മക്ക ഡിഫൻസീവ് കരാറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് വലിയൊരു എതിരാളിയായിട്ട് മാറുമോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ എല്ലായിടത്തും. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുണ്ടായിരുന്ന പ്രതിരോധ സഖ്യത്തിലേക്ക് ഇപ്പോൾ തുർക്കിയെ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. തുർക്കിയെയും കൂട്ടി 2 ദിവസം മുന്നേ മക്കയിൽ വെച്ച് ഒപ്പുവെച്ച പുതിയ കരാറാണ് മക്ക ഡിഫൻസീവ് പാക്ട്. ഈ കരാറ് പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിന് യുദ്ധഭീഷണി വന്നാൽ അത് ഈ 3 രാജ്യങ്ങളെയും ഒരുപോലെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പാകിസ്ഥാന്റെ ഈ പുതിയ നീക്കം ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാണ് നമുക്ക് നോക്കാം. ഏതൊരു സഖ്യം രൂപീകരിക്കുമ്പോഴും അതിലുള്ള രാജ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ലാഭം ഉണ്ടായിരിക്കണം. ഇവിടെ 3 രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. സൗദി അറേബ്യയ്ക്ക് തുർക്കിയിലൂടെ ലോകത്തെ ഏറ്റവും മികച്ച ഡ്രോൺ സാങ്കേതികവിദ്യ കിട്ടും. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് സൗദിക്കാണ്. സൗദിയും തുർക്കിയും തമ്മിൽ ഡ്രോൺ സെയിൽസിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കരാറോടെ ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആകും. മാത്രമല്ല സൗദിയിൽ വെച്ച് തന്നെ തുർക്കിയുടെ ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് സൗദിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഡ്രോണുകളുടെ അവൈലബിലിറ്റി കൂട്ടും. ഇനി പാകിസ്ഥാനിലൂടെ എയർ ഫൈറ്റർമാരുടെയും സൈന്യത്തിന്റെയൊക്കെ പിന്തുണ സൗദിക്ക് ലഭിക്കും. തുർക്കിക്ക് സൗദിയിൽ നിന്നും ഗൾഫിൽ നിന്നും വലിയ രീതിയിലുള്ള ഡ്രോൺ സെയിൽസ് ഉണ്ടാകും. സാമ്പത്തിക നിക്ഷേപങ്ങളും ലഭിക്കും. ഇനി പാകിസ്ഥാന്റെ കാര്യം നോക്കിയാൽ ഇവർക്ക് സൗദിയിൽ നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ ലഭിക്കും. സാമ്പത്തിക പിന്തുണ എവിടെ നിന്ന് കിട്ടിയാലും പാകിസ്ഥാന് സന്തോഷമാണ്. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ വലിയൊരു മിലിറ്ററി സഖ്യത്തിന്റെ ഭാഗമാകാനും പാകിസ്ഥാന് കഴിയുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ അണുവായുധമുള്ള ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സ്വയം അടയാളപ്പെടുത്തുന്നതാണ് എങ്കിൽ പോലും അണുശക്തി ഇവരുടെ കയ്യിലുണ്ടെന്ന് ലോകം വിശ്വസിക്കുന്നു. ഈ ഒരു ന്യൂക്ലിയർ പവർ ബലം സൗദിക്ക് മുന്നിൽ വെക്കാനായിട്ട് പാകിസ്ഥാന് കഴിയുന്നുണ്ട്. എന്നാൽ തുർക്കിയുടെ കാര്യം അതിലും വലിയ സംഭവമാണ്. തുർക്കി ഒരു നാറ്റോ അംഗമാണ്. തുർക്കിക്ക് സ്വന്തമായിട്ട് അണുവായുധം ഇല്ലെങ്കിലും നാറ്റോയിൽ അംഗമായതുകൊണ്ട് തന്നെ അമേരിക്ക, UK, ഫ്രാൻസ് തുടങ്ങിയ വമ്പൻ ആണവ ശക്തികളുടെ ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ തുർക്കിക്കുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും യുദ്ധ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ 3 രാജ്യങ്ങളും യുദ്ധത്തിനിറങ്ങും? ഒരിക്കലും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സൗദിയെ സംബന്ധിച്ച് അവരുടെ എക്കണോമിയിൽ ഇന്ത്യ വഹിക്കുന്ന പങ്ക് വളരെയധികം വലുതാണ്. ഇന്ത്യയും സൗദിയും തമ്മിൽ ഓരോ വർഷവും നടക്കുന്നത് $40 ബില്യൺ ട്രേഡാണ്. നേരെ മറിച്ച് പാകിസ്ഥാനുമായിട്ട് $5 ബില്യൺ മാത്രം താഴെയാണ് കച്ചവടം നടക്കുന്നത്. അതായത് പാകിസ്ഥാനുമായിട്ട് വലിയ ബിസിനസ് ഒന്നുമില്ല, വെറും സൈനിക സഹായം മാത്രമാണ്. ഇത്രയും വലിയ സാമ്പത്തിക ലാഭവും അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ് മാത്രമല്ല, ഇന്ത്യയെ പോലൊരു വലിയ ശക്തിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ ഈ രാജ്യങ്ങളൊന്നും പെട്ടെന്ന് തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നാൽ ഈ 3 രാജ്യങ്ങളും ചേർന്ന് യുദ്ധം എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള ചർച്ചകൾക്കായിരിക്കും സാധ്യത കൂടുതൽ. ഇതിനു മുമ്പും ഇവർ വഴി പാകിസ്ഥാന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവർക്കിടയിൽ മുൻപേ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധം ഒരു പേപ്പറിലാക്കി എന്നതിലപ്പുറം വലിയ ഭീഷണിയൊന്നും ഇതിലില്ല.